ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ട പോലെ തന്നെ മോഹൻബഗാനുമായിട്ടുള്ള നമ്മളൊരു സ്റ്റാർട്ടിങ് 11 ആണ് പറയാൻ പോകുന്നത്. ഒരു ഗസ്സിങ് 11 തന്നെയാണ്. ഇതായിരിക്കും മിക്കവാറും ഇറങ്ങാൻ സാധ്യത കൂടുതൽ. അപ്പം കഴിഞ്ഞ ദിവസത്തെ കളി നമ്മൾ ഈസ്റ്റ് ബംഗാളുമായിട്ട് ജയിച്ചു. ഒരു 2-0 വിന്നായിരുന്നു. നോവ സദോയും ജീസസും ഗോളടിച്ചു. സൂപ്പർ ഗോളായിരുന്നു നോവ സദോയുടെ. പിന്നെ ടീമെന്ന് വെച്ചാൽ ലൂണ കാണാൻ സാധ്യത കുറവാണെന്നാണ് ഇപ്പം വരുന്ന ഒരു അപ്ഡേറ്റ്. ലൂണയ്ക്ക് കഴിഞ്ഞ ദിവസം പരിക്കൊക്കെ പറ്റിയായിരുന്നു. അപ്പോൾ മോഹൻബഗാനുമായിട്ട് ഇറങ്ങാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. അപ്പം ലൂണ ഇറങ്ങാതെ കളി ജയിക്കുമെന്നൊക്കെ ചോദിച്ചാൽ ജയിക്കാൻ പറ്റുമായിരിക്കും. അപ്പം മോഹൻബഗാനുമായിട്ട് നമുക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അവർ ഫുള്ള് ഇന്ത്യൻ സ്ക്വാഡുമായിട്ടാണ് ഇറങ്ങുന്നത്. ഫോറിൻ പ്ലേയേഴ്സ് ഒന്നും മെയിൻ ടീമിൽ കാണത്തില്ല. കുറച്ച് ഇന്ത്യൻ പ്ലേയേഴ്സ് കാണത്തുള്ളൂ. ശകലും ആഷിഖ് കുർണിയനും അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ടീം പറയാൻ പോകാം. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ ജുലേസ് തന്നെയായിരിക്കും കാണുന്നത്. ലെഫ്റ്റ് ബാക്കായിട്ട് നവോച്ചെ, ഡിഫൻസായിട്ട് ഡ്രിൻസിച്ചും പിന്നെ ബികാഷും, റൈറ്റ് ബാക്കായിട്ട് ഐമൻഡോങ്ങിലുമാണ് കാണാൻ സാധ്യത കൂടുതൽ. പിന്നെ 4-4-2 ആയിരിക്കും ഫോർമേഷന്. മിഡ്ഫീൽഡിലായിട്ട് 2 മിഡ്ഫീൽഡ് ദാനുഷ് ഫറൂഖും ലഗോട്ടറും. റൈറ്റ് ഗൈസ് നമ്മുടെ റൈറ്റ് വിങ്ങി കോറോസിങ് ഇല്ലാത്തതുകൊണ്ട് ദാനുഷിനെ എടുത്ത് റൈറ്റ് ഇടും. പിന്നെ വിപിനും ലഗോട്ടറും മിഡ്ഫീൽഡ് കളിക്കും. ഗൈസ് ലൂണ ഇല്ലാത്തതുകൊണ്ട് ലെഫ്റ്റ് മിഡായിട്ട് നോവ സദോയും കളിക്കാനാണ് സാധ്യത കൂടുതൽ. പിന്നെ 2 സ്ട്രൈക്കറായിട്ട് ജീസസും ബെപ്രയായിരിക്കും. ഇതാണ് ഞാൻ പറയുന്ന ഒരു സ്റ്റാർട്ടിങ് 11. ഈ ടീം വെച്ച് നമുക്ക് സുഖമായിട്ട് മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെ തോൽപ്പിക്കാൻ പറ്റും, അവരുടെ മെയിൻ സ്ക്വാഡൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. അടുത്ത കളി 26-ാം തീയതി നമ്മൾ ജയിക്കുകയോ ഇല്ലയോ, നിങ്ങളുടെ ഒരു ഗസ്സിങ് 11 കൂടെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.